ഹായ് ഹലോ ഗായ്സ്. ഞങ്ങൾ ഇന്നൊരു ഗ്രോസറി ഷോപ്പിംഗ് കണ്ട് വന്നേക്കുവാണ്. അപ്പൊ എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതിന്റെ വില എത്രയാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇന്നുച്ചി ഇതെന്താണ്? നമ്മൾ ഫസ്റ്റ് നമുക്ക് കോക്കനട്ട് ഓയിലാണ്. ഇതിന് ഏറെക്കുറെ ഒരു $12.79 ആണ് ഇതിന്റെ റേറ്റ്. അടുത്തത് ബീഫാണ്. ഇത് 1 kg മേലെ ഉണ്ട്. $18.55 ആണ്. നെക്സ്റ്റ് ബീൻസ് ആണ്. ക്രോസ് കട്ട് ബീൻസ് ആണ്. എന്ന് പറയുമ്പോൾ നമ്മളുടെ കിട്ടുന്ന ബീൻസ് തന്നെ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വരുന്നതാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് ഫ്രോസൺ ആക്കി വെക്കാം. അപ്പൊ ചീത്തയായി പോകത്തില്ല. കാരണം നമ്മൾ നോർമലായിട്ട് ആദ്യമൊക്കെ വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ബീൻസ് മേടിക്കുമായിരുന്നു. പക്ഷെ അത് കുറച്ച് നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ബാക്കി ഫ്രിഡ്ജ് വെക്കുമ്പോൾ എപ്പോഴും ചീത്തയായി പോകുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇപ്പൊ മേടിക്കുന്നതാണ് ക്രോസ് കട്ട് ബീൻസ് ഫ്രോസൺ. ഇതിന്റെ പ്രൈസ് $4.99 ആണ്. എന്ന് പറയുമ്പോൾ $5 എന്ന് പറയാം. നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഹാൻഡ് വാഷ് ആണ്. ഇത് നമ്മുടെ ഹാൻഡ്സ് ക്ലീൻ ആയിട്ട് നല്ല സ്മെല്ലും ഉണ്ട്. ഇതിന്റെ പ്രൈസ് $9.49 ആണ്. ഇതിന്റെ റീഫില്ലർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് അത്രയും വില ആവുന്നില്ല. റീഫില്ലറിന് $4.49 ആവുന്നത്. പിന്നെ പോർക്കാണ്. നാട്ടിലേക്ക് തന്നെ നമ്മുടെ പോർക്ക് പന്നി 164 ഗ്രാം ഉണ്ട്. അതിന് $12.95 ആണ് റേറ്റ് വരുന്നത്. പിന്നെ അതേപോലെ ചിക്കന്റെ തൈ പീസസ് ആണ്. ഇത് 4 പീസ് ഉണ്ട്. ഏകദേശം ഒരു 746 ഗ്രാം ഉണ്ട്. ഇത് അതിന് $10.44 ആണ് വരുന്നത്. അടുത്തത് ഡൈസ്ഡ് ചിക്കൻ ബ്രസ്റ്റ് ആണ്. നമുക്ക് മുറിക്കാനൊക്കെ മടിയുണ്ടെങ്കിൽ ഇതുപോലെ ഡൈസ് ചെയ്ത് നമുക്ക് കിട്ടും. അത് നമുക്ക് വാങ്ങാം. ഇതിപ്പോ ഓഫർ പ്രൈസ് ആണ്. ഇത് ഏകദേശം രണ്ടും ഒരു 500 ഗ്രാമിന് മേളിലുണ്ട്. എന്ന് പറയുമ്പോൾ രണ്ടും കൂടി 1 കിലോയ്ക്ക് മേളിലുണ്ട്. ഒരു $8 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ ബൂസ്റ്റ് മൈലൊക്കെ പോലെ തന്നെ എല്ലാവർക്കും അഡൽട്സ് എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഇതാണ്. പാലിൽ കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് ഡ്രിങ്കിങ് ചോക്ലേറ്റ്. ഇതിന്റെ പ്രൈസ് വരുന്നത് $5.49 ആണ്. ഇത് നോർമൽ ടേബിൾ സോൾട്ട് ആണ്. $1.49 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇത് മാൻഡറിൻസ് ആണ്. നമ്മുടെ ഓറഞ്ചിന്റെ കാറ്റഗറി തന്നെയാണ്. ഇതിന് $5 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അത് ഓഫർ പ്രൈസ് ആണ് $5. ഇത് പിന്നെ പീ ചിപ്സ് ആണ്. നമ്മളുടെ നോർമലായിട്ടുള്ള ചിപ്സിന്റെ ഒക്കെ പോലത്തെ കാറ്റഗറി തന്നെയാണ്. ഇത് വൈഫിന് ഇഷ്ടമുള്ള സാധനമാണ്, അതുകൊണ്ട് വാങ്ങിയതാണ്. $3.59 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇങ്കുച്ചിക്ക് ഒരു പേസ്റ്റ് വാങ്ങി. കോൾഗേറ്റിന്റെയാണ്. ഇങ്കുച്ചിയുടെ ഫേവറേറ്റ് ബ്ലൂയി ആണ് അതിന്റെ ഇതായിട്ടുള്ളത്. അതിന്റെ പ്രൈസ് വരുന്നത് $2.49 ആണ്. അടുത്തത് ഹോൾ മീൽ റാപ്സ് ആണ്. നമ്മുടെ ചപ്പാത്തിയൊക്കെ പോലെ തന്നെ ഒരു ഐറ്റമാണിത്. ഇതിന്റെ ഉള്ളിൽ നമ്മള് നമ്മുടെ ഷവർമയൊക്കെ വെക്കുമ്പോൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ചിക്കനോ അതല്ലെങ്കിൽ എന്താ മീറ്റ് എന്ന് വെച്ചാൽ അതും സാലഡ് ഐറ്റംസ് ഒക്കെ വെച്ച് നമ്മൾ റാപ്പ് ചെയ്ത് കഴിക്കാറുണ്ട്. ഇങ്കുച്ചിക്കും ഇഷ്ടമാണ്. അടുത്തത് കോക്കനട്ട് മിൽക്കാണ്. നമുക്കിവിടെ തേങ്ങയൊക്കെ നമുക്ക് കിട്ടുമെങ്കിലും നമുക്ക് അതിനെ എടുക്കാനൊക്കെ പാടായത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് മിൽക്കും അതേപോലെ തന്നെ ഗ്രേറ്റഡ് കോക്കനട്ട് ഒക്കെ നമുക്ക് ഫ്രോസൺ ആയിട്ടോ അല്ലെങ്കിൽ ഡ്രൈഡ് ആയിട്ടോ കിട്ടും. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് അതേപോലത്തെ പ്രൊഡക്റ്റ് ആണ്. കോക്കനട്ട് മിൽക്കാണ്, തേങ്ങാപ്പാല്. ഇതിന്റെ വില വരുന്നത് $2.99 ആണ്. അടുത്തത് ഇങ്കുച്ചിയുടെ ഐറ്റമാണ് കിറ്റ്കാറ്റ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ കുറച്ചുകൂടി അതിന്റെ വലിയ ബാറായിട്ടുള്ള ഐറ്റമാണ്. കിറ്റ്കാറ്റിന്റെ റേറ്റ് വരുന്നത് 8 സെൻസ്. അതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇത് ഇന്ന് ആദ്യമായിട്ട് കാണുന്ന സാധനമാണ്. നമ്മളുടെ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഐറ്റം തന്നെ ഏകദേശം ഒരു ജെല്ലിയുടെ ഒക്കെ ടൈപ്പ് ഒരു ഐറ്റം ആണിത്. ഫ്രൂട്ട് സ്ട്രിങ്സ്, സ്ട്രോബെറിയും പിന്നെ അതേപോലെ റാസ്ബെറി, ബ്ലൂബെറി, അങ്ങനെ 3 ഫ്ലേവേഴ്സും കൂടി ഒരുമിച്ചുള്ള സ്ട്രിങ്സ് ആണ്. ഇതിന്റെ പ്രൈസ് വന്ന് $4.19 ആണ്. അടുത്തത് നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആണ്. ലെമൺ ആൻഡ് ലൈം ഫ്ലേവർ ആണ്. ഞങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് കഴിക്കൊക്കെ വലിയ കുഴപ്പം വരാത്തതുകൊണ്ട് ഞങ്ങൾ ഇത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് മേടിക്കുന്നത്. ഇതിന്റെ പ്രൈസ് $3.49 ആണ്. വീറ്റ് ബിക്സ് ആണ്. നോർമലായിട്ട് ഇവിടുത്തെ ഇംഗ്ലീഷുകാരൊക്കെ മെയിനായിട്ട് കഴിക്കുന്നൊരു ഫുഡാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് വീറ്റ് ബിക്സ്. ഇത് ഇങ്കുവിന് ഇഷ്ടമുള്ളത് ഇതിന്റെ ചോക്ലേറ്റ് ഫ്ലേവർ ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത്
$6.69 ആണ്. അടുത്തത് അവക്കാഡോ ആണ്. ഇവിടെ മെയിനായിട്ട് വളരുന്ന ഫ്രൂട്ടാണ് അവക്കാഡോ. നമ്മൾ സ്പ്രെഡ്സ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ബ്രെഡിൻ്റെ കൂടെ സ്പ്രെഡ്സ് ആയിട്ടും അതേപോലെ തന്നെ സ്മൂത്തി ആയിട്ടൊക്കെ കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ $1.29 ആണ് പെർ അവക്കാഡോയുടെ പ്രൈസ് വരുന്നത്. നമുക്ക് കണ്ടുപിടിച്ചുള്ള ബീട്രൂട്ട് ആണ്. ഇതിന്റെ പെർ കെ ജി $5.49 ആണ് ബീട്രൂട്ടിന്റെ ഇവിടുത്തെ പ്രൈസ്. ക്യാപ്സിക്കം ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് പെർ കെ ജി $1.69 ആണ്. ഇത് ക്യാരറ്റ്സ് ആണ്. ഇതിനും പെർ കെ ജി $1.69 ആണ് പ്രൈസ്. അടുത്തത് കിവി ഫ്രൂട്ട് ആണ്. ഇവിടെ 1-2 ടൈപ്പ് കിവി ഫ്രൂട്ട് കിട്ടും. നമ്മള് പ്രൈസ് കുറവുള്ളതാണ് അടുത്തത്. ഇതിന് $3.29 ആണ് പെർ കെ ജി പ്രൈസ് വരുന്നത്. അടുത്തത് മഷ്റൂംസ് ആണ്. വൈറ്റ് ബട്ടൺ മഷ്റൂംസ് എന്നാണ് പറയുന്നത്. നമ്മൾ നോർമലായിട്ട് മഷ്റൂമും അതേപോലെ ബ്രോക്കോളിയും കൂടി ബട്ടറിൽ സോട്ട് ചെയ്ത് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. അതിനുവേണ്ടി വാങ്ങുന്നതാണ്. ഇതിന്റെ പെർ കെ ജി $11.99 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. പിന്നെ നമ്മുടെ മെയിൻ സാധനം സവോള, ഓനിയൻസ്. ഞങ്ങള് നമ്മുടെ റെഡ് നാട്ടിലേക്ക് കിട്ടുന്ന പോലെ തന്നെ റെഡ് ഓനിയൻസും കിട്ടും. അതേപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് വരുന്നത് ബ്രൗൺ ഓനിയൻസ് ആണ്. രണ്ടിലും ടേസ്റ്റിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പ്രൈസിന് വ്യത്യാസമുണ്ട്. ബ്രൗണിന് പ്രൈസ് കുറവാണ്. ഇത് $1.69 ആകത്തുള്ളൂ കിലോഗ്രാമിന്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ഇതാണ് വാങ്ങിക്കുന്നത് ഇവിടെ. അടുത്തത് ഉരുളക്കിഴങ്ങ്, പൊട്ടാറ്റോസ്. അതും ഞങ്ങൾ വൈറ്റ് ആണ് മേടിക്കുന്നത്. ഇതിന് വരുന്നത് $1.99 ആണ് പെർ കിലോഗ്രാം വരുന്നത്. പിന്നെ പംകിൻ, ഇത് കട്ട് പീസ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഫുൾ ആയിട്ട് കിട്ടും. ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിലുണ്ട് $2.99 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഈ ചെറിയ പീസിന്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഇത് ഇങ്കോന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ചതാണ് ചോക്ക് ചിപ്പ് ബിസ്ക്കറ്റ്. ഇതിന്റെ പ്രൈസ് വരുന്നത് $6.49 ആണ്. പിന്നെ 2 കേക്ക് വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ എന്റെ ഫേവറേറ്റ് ആണിത്, മീഡിയം ബ്ലോക്ക് ചോക്ലേറ്റ് കേക്ക്. എനിക്കിതിനായിട്ട് വാങ്ങിക്കാറുള്ളതാണെങ്കിലും പക്ഷെ അമ്മയും മകളും കൂടി എപ്പോഴും കഴിച്ച് തീർക്കാറുണ്ട്. ഇതിന്റെ പ്രൈസ് ഇപ്പോൾ സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് $5.69 ആണ്. അതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. ക്യാരറ്റ് ഫ്ലേവർ ആണ്. അതിന് $6.29 ആണ് പ്രൈസ് വരുന്നത്. പിന്നെ ഇമ്പുച്ചിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് സ്ട്രോബെറി. സ്മൂത്തി ആക്കി കൊടുക്കാനോ അല്ലെങ്കിൽ തനിയെ ഇപ്പോൾ ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാനൊക്കെ ആയിട്ട് വാങ്ങുന്നതാണ്. സ്ട്രോബെറി ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട്. $8 ആണ് സ്ട്രോബെറിയുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഞങ്ങൾ ഇന്ന് വാങ്ങിയത്. ഇത് തന്നെ പ്രൈസ് വന്നേക്കെന്ന് പറയുമ്പോൾ $199.36 ആയി ഇത്രയും സാധനം വാങ്ങിയപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ വീക്കിലെ ഗ്രോസറി പർച്ചേസ്. ഒരു 2 വീക്സ് കൂടുമ്പോൾ നമുക്ക് എപ്പോഴും വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം ഈ ഒരു പ്രൈസൊക്കെ തന്നെ ആവാറുണ്ട് നോർമലി. നമ്മൾ പിന്നെ കുറച്ച് ലാവിഷായിട്ട് സാധനം മേടിക്കുന്നതുകൊണ്ടായിരിക്കാം ഇത്രയും ഡോളേഴ്സ് ആവുന്നത്. അല്ലെങ്കിൽ $100 പർച്ചേസ് ചെയ്യുന്നവരും ഉണ്ട്. ഈ ടൈപ്പ് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഒരു കടയാണ് പാക്ക് ആൻഡ് സേവ്. അതേപോലെ നമ്മളുടെ ഇന്ത്യൻ ഐറ്റംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. മലയാളികളുടെ തന്നെ ഒരു സ്റ്റോർ ഉണ്ട്, തൊമ്മൻ. അത് കൂടാതെ വേറെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർസ് 2 കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നെങ്കിലും ആയിരിക്കും അരി അതുപോലത്തെ മുതലായ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ നാട്ടിലെ എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസ് വേണമെങ്കിലും അവിടെ കിട്ടത്തുള്ളൂ. അതൊക്കെ പഴംപൊരി ഉൾപ്പെടെ എല്ലാ സാധനവും ഫ്രോസൺ ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ അവിടുന്നാണ് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങുന്നത്. അതിന്റെ വീഡിയോ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.